വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ ഞാൻ ട്യൂണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെമ്മീൻ വെച്ചും അതുപോലെ നെയ്മീൻ വെച്ചിട്ടും ഇതേപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ട്യൂണ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. എരിവ് അനുസരിച്ചിട്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് നന്നായിട്ട് അരപ്പൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനിച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ മീൻ ഇതിനകത്തിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ തന്നെ ഈ ബാക്കിയിരിക്കുന്ന മീനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ എണ്ണ തന്നെയാണ് ഇനി ഉപയോഗിക്കുന്നത്. മറ്റൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതിൽ നിന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കരടില്ലാതെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കടുക് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി നാടൻ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കട്ട് ചെയ്തിടുന്നില്ല. വലിയ വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചിയും ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അത് ഈ ഇഞ്ചി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 നുള്ളു കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വിനാഗിരി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അവരവരുടെ ഇഷ്ടത്തിന് വിനാഗിരി കുറച്ചും കൂടെ വേണമെങ്കിൽ കൂട്ടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ.
ഇത് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഗ്രേവിയോടെ തന്നെ ഇരിക്കണം. ഇത് ചൂട് പോയി കഴിയുമ്പോൾ ഈ ഗ്രേവി ഒന്നുകൂടെ വറ്റും. മീനിലേക്കൊക്കെ നന്നായിട്ട് ഈ ഗ്രേവി പിടിക്കും. അപ്പോൾ ഇതിലേക്ക് ഇനി ഉപ്പ് കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറവായതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മീനും ഇതിൽ കിടന്നിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മീനച്ചാർ തണുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നല്ലപോലെ ഇനി മീനിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഇട്ട് വയ്ക്കാം. എപ്പോഴും അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുക്കരുത്, ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ ഇട്ട് വയ്ക്കണം. ഇത് ഫ്രിഡ്ജിലാണെങ്കിൽ കുറേ ദിവസം ചീത്തയാകാതെ തന്നെ ഇരിക്കും. പുറത്താണെങ്കിൽ ഒരു 4-5 ദിവസം ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ചീത്തയാകും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഉപയോഗിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.